ചുവന്ന വരകളുടെ രഹസ്യം. ഷിൻ ഹ്യൂൺ ഹപ്പ് എന്ന സ്ത്രീക്ക് ആളുകളുടെ തലയ്ക്ക് മുകളിൽ ചുവന്ന വരകൾ കാണാൻ കഴിയും. ഇവ വെറും വരകളല്ല, സോഷ്യൽ, സെക്സ്, സീക്രട്ട് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന എസ് ലൈനുകളാണ്. ഓരോ ശാരീരിക ബന്ധത്തിനും ഓരോ ചുവന്ന വര പ്രത്യക്ഷപ്പെടും. ചെറുപ്പം മുതലേ ഈ കഴിവുണ്ടായിരുന്ന ഷിൻ ഹ്യൂൺ ഹപ്പിന് അതൊരു ശാപമായിരുന്നു. കുട്ടിക്കാലത്ത് അവൾ വരച്ച ഒരു ചിത്രം അവളുടെ അച്ഛന്റെ അവിഹിത ബന്ധം തുറന്നുകാട്ടുകയും അത് അവളുടെ അമ്മയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമാകുകയും ചെയ്തു. ഈ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. രക്ഷപ്പെട്ടതിനു ശേഷം അവൾ ജനലുകൾ അടച്ച് കണ്ണട ധരിച്ച് ഒറ്റയ്ക്ക് ജീവിച്ചു. ഒരു ദിവസം അവളുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നു. ഡിറ്റക്റ്റീവ് ഹാൻജി വുക്ക് കേസ് അന്വേഷിക്കുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഹെൽമറ്റ് ധരിച്ച ഒരാൾ വരുന്നത് ഷിൻ ഹ്യൂൺ ഹപ്പ് കാണുന്നു. അയാളുടെ തലയ്ക്ക് മുകളിൽ ആകെ ഒരൊറ്റ ചുവന്ന വര മാത്രം. അടുത്ത ദിവസം ഹാൻജി വുക്ക് ഷിൻ ഹ്യൂൺ ഹപ്പിനെ സന്ദർശിക്കുന്നു. അയാളുടെ തലയ്ക്ക് മുകളിൽ നൂറുകണക്കിന് ചുവന്ന വരകൾ കണ്ടപ്പോൾ അയാൾ ഒരു നോട്ടോറിയസ് പ്ലെയർ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അതേ രാത്രി ഒറ്റ ചുവന്ന വരയുള്ള മറ്റൊരു ഹെൽമറ്റ് ധരിച്ചയാളെ അവൾ കണ്ടു. ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളിലെ ഇരകൾക്ക് ഹൈസ്കൂൾ അധ്യാപകനായ മിസ്റ്റർ ഓയുമായി ബന്ധമുണ്ടായിരുന്നു. മിസ്റ്റർ ഓയുടെ മുറിയിൽ രക്തമല്ല, കെട്ടുപിണഞ്ഞ ചുവന്ന വരകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഫോട്ടോകളിൽ കണ്ണട വെച്ചിരുന്ന മിസ്റ്റർ ഓയുടെ കണ്ണട തെളിവുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. മിസ്റ്റർ ഓയു അവളുടെ അയൽവാസിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഷിൻ ഹ്യൂൺ ഹപ്പ് കത്തിയെടുത്ത് പുറത്തേക്ക് വരുന്നു. പക്ഷേ പരിഭ്രാന്തയായി അവൾക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. മിസ്റ്റർ ഓയു തന്റെ മുൻ കാമുകിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഹാൻജി വുക്ക് എത്തി അവനെ വെടിവെക്കുന്നു. മിസ്റ്റർ ഓ മരിക്കുമ്പോൾ അവന്റെ ചുവന്ന വരകൾ മാഞ്ഞു പോകുന്നു. മിസ്റ്റർ ഓയ്ക്കും ഈ ചുവന്ന വരകൾ കാണാൻ കഴിയുമായിരുന്നു എന്ന് ഷിൻ ഹ്യൂൺ ഹപ്പ് മനസ്സിലാക്കുന്നു. ഈ കഴിവ് ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാമെന്ന് അവൾക്ക് ബോധ്യമാകുന്നു. അപ്പോൾ അവളുടെ കാഴ്ച പങ്കിടുന്ന ഒരാളിൽ നിന്ന് ഒരു സന്ദേശം വരുന്നു: പ്രാദേശിക ഹൈസ്കൂളിലേക്ക് പോകാൻ. സ്കൂളിൽ വെച്ച് അവൾ തന്റെ പഴയ സഹപാഠി കങ്ങിയോണയെ കണ്ടുമുട്ടുന്നു. അവൾക്ക് ഇപ്പോൾ ബുള്ളിയിങ് നേരിടേണ്ടി വരുന്നു. കങ്ങിയോണയ്ക്ക് അവളുടെ ലോക്കറിൽ നിന്ന് ഒരു കണ്ണട കിട്ടുന്നു. അത് വെച്ചപ്പോൾ അവൾക്ക് സ്വന്തം തലയ്ക്ക് മുകളിലും മറ്റുള്ളവരുടെ തലയ്ക്ക് മുകളിലും ചുവന്ന വരകൾ കാണാൻ കഴിയുന്നു. കണ്ണടയിലൂടെ ലോകം കണ്ടപ്പോൾ അവൾക്ക് ശക്തി ലഭിച്ചു. അവൾ തന്റെ ബുള്ളിയെ ചോദ്യം ചെയ്യുകയും ഷിൻ ഹ്യൂൺ ഹപ്പ് അവളെ സഹായിക്കുകയും ചെയ്യുന്നു. കങ്ങിയോണ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ അധ്യാപകന്റെയും കിം ഹായൂണിന്റെയും രഹസ്യങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്നു. കിം ഹായൂൺ കങ്ങിയോണയുടെ കണ്ണട മോഷ്ടിക്കുന്നു. അധ്യാപകനുമായി വാദിക്കുമ്പോൾ ഷിൻ ഹ്യൂൺ ഹപ്പ് സ്കൂളിൽ എത്തുന്നു. പക്ഷേ അവൾ കാണുന്നത് കങ്ങിയോണ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ്. കങ്ങിയോണ മരിക്കുന്നു. ഈ നിഗൂഢമായ ചുവന്ന വരകൾ എല്ലാവരെയും ഒരു അജ്ഞാത അഗാധത്തിലേക്ക് നയിക്കുകയാണെന്ന് ഷിൻ ഹ്യൂൺ ഹപ്പ് മനസ്സിലാക്കുന്നു. ഈ ഞെട്ടിക്കുന്ന കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് ചുവന്ന വരകൾ കാണാൻ ആഗ്രഹമുണ്ടോ? കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആഴത്തിലുള്ള കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.